നമസ്കാരം. ജ്യോതിർവാണിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മിഥുനം രാശിക്കാരെ, ഓഗസ്റ്റ് 23 മുതൽ 29 വരെയുള്ള ഈ ആഴ്ച നിങ്ങൾക്ക് സാധാരണ ദിവസങ്ങളെക്കാൾ കുറച്ച് വ്യത്യസ്തമായിരിക്കും. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു കാര്യത്തിൽ വ്യക്തമായ തീരുമാനം എടുക്കാൻ കഴിയാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ആഴ്ച അതിന് ഒരു സൂചന ലഭിക്കാൻ സാധ്യതയുണ്ട്. അത് ഒരു ഫോൺ കോൾ ആയിരിക്കാം, പ്രതീക്ഷിക്കാത്ത ഒരു സന്ദേശമായിരിക്കാം, ജോലിയുമായി ബന്ധപ്പെട്ട ഒരു മറുപടിയായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തികമായി നിങ്ങൾ കാത്തിരുന്ന ഒരു കാര്യത്തിൽ ചെറിയൊരു മുന്നേറ്റമായിരിക്കാം. കാര്യങ്ങൾ ആദ്യം വളരെ വേഗത്തിൽ മാറുന്നതായി തോന്നില്ല, പക്ഷേ ആഴ്ച മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ എന്തോ മാറ്റം തുടങ്ങുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്ന സാഹചര്യം വന്നു ചേരാം. അതുകൊണ്ട് മിഥുനൻ രാശിക്കാർ ഈ ആഴ്ച ചെറിയ സൂചനകൾ പോലും അവഗണിക്കാതെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. ജോലി ചെയ്യുന്ന മിഥുനം രാശിക്കാർക്ക് ഈ ആഴ്ച പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ കഴിവിൽ വിശ്വാസം ഉള്ളതുകൊണ്ടായിരിക്കും ചില കാര്യങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കുന്നത്. ആദ്യത്തിൽ ഇത് അധിക ജോലിയായി തോന്നിയേക്കാം, പക്ഷേ അതിലൂടെ തന്നെ മേലുദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കും. നേരത്തെ നിങ്ങൾ ചെയ്ത ഒരു ജോലി അല്ലെങ്കിൽ എടുത്ത ഒരു തീരുമാനം വീണ്ടും ചർച്ച ചെയ്യപ്പെടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് പഴയ കാര്യങ്ങളെക്കുറിച്ച് വിഷമിക്കുന്നതിന് പകരം ഇപ്പോൾ ചെയ്യേണ്ട കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ജോലി സ്ഥലത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ അഭിപ്രായം പറയേണ്ട സമയത്ത് നിങ്ങൾ പറയുക, പക്ഷേ എല്ലാവരോടും എല്ലാ കാര്യങ്ങളും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് നിങ്ങളുടെ അടുത്ത നീക്കങ്ങളോ ഭാവി പദ്ധതികളോ വളരെ നേരത്തെ മറ്റുള്ളവരോട് പറയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ജോലി അന്വേഷിക്കുന്നവർക്ക് ഈ ആഴ്ച ഒരു പുതിയ വഴി തുറക്കാൻ സാധ്യത കാണുന്നു. നേരത്തെ അപേക്ഷിച്ച സ്ഥലത്ത് നിന്ന് പ്രതികരണം ലഭിക്കുകയോ പരിചയമുള്ള ഒരാൾ വഴി ഒരു അവസരം അറിയിക്കുകയോ ചെയ്യാം. ആദ്യ നോട്ടത്തിൽ ചെറിയ അവസരമായി തോന്നിയാലും അതിൻ്റെ ഭാവി സാധ്യത കൂടാതെ പരിശോധിക്കേണ്ടതാണ്. ബിസിനസ് ചെയ്യുന്ന മിഥുനൻ രാശിക്കാർക്ക് ഈ ആഴ്ച പുതിയ ആളുകളുമായി ബന്ധപ്പെടാനുള്ള സാഹചര്യമുണ്ടാകും. ഒരു പുതിയ ക്ലയൻറ്റ്, ഒരു പുതിയ ഇടപാട്, അല്ലെങ്കിൽ നേരത്തെ പരിചയമില്ലാത്ത ഒരാളുമായി തുടങ്ങുന്ന ഒരു ബന്ധം, ഇതിൽ ഏതെങ്കിലും ഒന്ന് പിന്നീട് നിങ്ങൾക്ക് പ്രയോജനപ്പെടാം. പക്ഷേ ഒരു കാര്യത്തിൽ ധൃതി വേണ്ട. വാക്കുകളിൽ മാത്രം വിശ്വസിച്ച് വലിയ സാമ്പത്തിക തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കരുത്. കരാറുകളും രേഖകളും കണക്കുകളും വ്യക്തമായി പരിശോധിച്ച ശേഷം മാത്രം നിങ്ങൾ മുന്നോട്ട് പോകുക. പങ്കാളിത്ത ബിസിനസ് ഉള്ളവർ പങ്കാളിയുമായി കാര്യങ്ങൾ തുറന്നു പറയുന്നതാണ് ഏറ്റവും നല്ലത്. ചെറിയൊരു തെറ്റിദ്ധാരണ വലിയ പ്രശ്നമാകാതിരിക്കാൻ തുടക്കത്തിൽ തന്നെ കാര്യങ്ങൾ വ്യക്തമായി പറയുക. മിഥുനൻ രാശിക്കാർക്ക് ഈ ആഴ്ച പണത്തിൻ്റെ കാര്യത്തിൽ വരവും ചെലവും ഒരുപോലെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. പണം ലഭിക്കാനുള്ള ഒരു വഴി തുറന്നാലും അതോടൊപ്പം ചില അപ്രതീക്ഷിത ചെലവുകൾ വരാം. വീട്ടിലെ ആവശ്യങ്ങൾ, യാത്ര, വാഹനവുമായി ബന്ധപ്പെട്ട ചെലവ്, അല്ലെങ്കിൽ നേരത്തെ മാറ്റിവെച്ചിരുന്ന ഒരു ബാധ്യത, ഇവയിൽ ഏതെങ്കിലും ഒന്നിന് പണം ആവശ്യമായി വരാം. അതുകൊണ്ട് കയ്യിൽ പണം വന്ന ഉടൻ മുഴുവൻ ചെലവാക്കാതെ കുറച്ചു ഭാഗം നിങ്ങൾ മാറ്റിവെക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ആവശ്യമില്ലാത്ത ഓൺലൈൻ വാങ്ങലുകളും പെട്ടെന്നുള്ള ചെലവുകളും കുറയ്ക്കുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. കടം കൊടുക്കുന്ന കാര്യത്തിലും പ്രത്യേകം ജാഗ്രത വേണം. പരിചയമുള്ള ആളാണെന്ന കാര്യത്തിൽ മാത്രം പണം നൽകാതെ തിരികെ ലഭിക്കുന്ന സാഹചര്യം കൂടി പരിഗണിക്കുക. അതേസമയം നേരത്തെ കുടുങ്ങിക്കിടന്നിരുന്ന ഒരു തുക ലഭിക്കുന്നതിനുള്ള സാധ്യതയും ഈ വാരം കാണുന്നു. മിഥുനൻ രാശിക്കാരുടെ കുടുംബത്തിൽ ഈ ആഴ്ച ഒരു പ്രധാനപ്പെട്ട സംഭാഷണം നടക്കാൻ സാധ്യത കാണുന്നു. വീട്ടിലെ ഒരു തീരുമാനവുമായി ബന്ധപ്പെട്ടോ, ഒരു യാത്രയുമായി ബന്ധപ്പെട്ടോ, സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഭാവിയുമായി ബന്ധപ്പെട്ടോ ആയിരിക്കാം ആ ചർച്ച. ആദ്യത്തിൽ അഭിപ്രായ വ്യത്യാസം തോന്നിയാലും നിങ്ങൾ ശാന്തമായി സംസാരിച്ചാൽ വിഷയം കൈവിട്ടുപോകില്ല. കുടുംബത്തിൽ മുതിർന്ന ഒരാളുടെ അഭിപ്രായം ഈ സമയത്ത് ശ്രദ്ധിക്കുന്നത്
വളരെ നല്ലതാണ്. അവർ പറയുന്ന ഒരു ചെറിയ നിർദ്ദേശം പോലും നിങ്ങൾക്ക് പിന്നീട് ഉപകാരപ്പെടാം. വീട്ടിൽ നിന്ന് അകന്നു കഴിയുന്നവർക്ക് കുടുംബത്തിൽ നിന്നൊരു ഫോൺ കോൾ അല്ലെങ്കിൽ സന്തോഷകരമായ വാർത്ത ലഭിക്കാനും ഈ വാരം സാധ്യത കാണുന്നു. വിവാഹം ആലോചിക്കുന്ന മിഥുനൻ രാശിക്കാർക്ക് ഈ ആഴ്ച ഒരു പുതിയ ആലോചന വരാൻ സാധ്യതയുണ്ട്. ചിലർക്കാകട്ടെ നേരത്തെ നടന്ന ഒരു ആലോചന വീണ്ടും മുന്നോട്ടു പോകുന്നതായി കാണാം. പക്ഷേ തീരുമാനമെടുക്കുമ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായം മാത്രം നോക്കരുത്. നിങ്ങളുടെ മനസ്സിന് ആ ബന്ധത്തിൽ സമാധാനമുണ്ടാകുമോ എന്നതും വളരെ പ്രധാനമാണ്. വിവാഹിതരായവർക്ക് പങ്കാളിയുമായി കൂടുതൽ തുറന്ന് സംസാരിക്കേണ്ട ആഴ്ചയാണ്. ചെറിയ കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിച്ച് പിന്നീട് വലിയ വിഷമമാക്കാതിരിക്കുക. പ്രത്യേകിച്ച് പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇരുവരും തമ്മിൽ വ്യക്തത ഉണ്ടാക്കുന്നത് വളരെ നല്ലതാണ്. ഇനി പ്രണയബന്ധത്തിലുള്ള മിഥുന രാശിക്കാർക്ക് ഈ ആഴ്ച നിങ്ങളുടെ ബന്ധത്തിൽ ഒരു വ്യക്തത വരാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ പറയാതെ വച്ചിരുന്ന ഒരു കാര്യം തുറന്ന് സംസാരിക്കാം. ചിലർക്ക് അകന്ന് നിന്ന ഒരാളുമായി വീണ്ടും ആശയവിനിമയം ഉണ്ടാകാനും ഈ വാരം സാധ്യത കാണുന്നു. പക്ഷേ പഴയ വിഷയം വീണ്ടും തുറക്കുമ്പോൾ കുറ്റപ്പെടുത്തലിലേക്ക് പോകാതെ പ്രശ്നത്തിൻ്റെ യഥാർത്ഥ കാരണം മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. വിശ്വാസം നിലനിർത്താൻ കഴിയുന്ന ബന്ധങ്ങൾ ഈ ആഴ്ച കൂടുതൽ ശക്തമാകാം. മിഥുനം രാശിക്കാരായ വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധ ചിതറാനുള്ള സാധ്യത ഉള്ളതിനാൽ പഠനത്തിന് ഒരു സമയക്രമം കൊണ്ടുവരുന്നതാണ് നല്ലത്. ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ ശ്രമിക്കുന്നതിനേക്കാൾ ഓരോ വിഷയത്തിനും സമയം നിശ്ചയിച്ച് പഠിക്കുന്നത് കൂടുതൽ ഫലപ്രദമാകും. പരീക്ഷയോ പ്രധാനപ്പെട്ട തീരുമാനമോ അടുത്തു വരുന്നവർക്ക് അവസാന നിമിഷത്തെ സമ്മർദ്ദം ഒഴിവാക്കാൻ ഇപ്പോഴേ തയ്യാറെടുപ്പ് നടത്തുക. ആരോഗ്യകാര്യങ്ങളിൽ വലിയ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. എങ്കിലും മാനസിക സമ്മർദ്ദം, ഉറക്കത്തിലെ ക്രമക്കേട്, ഭക്ഷണ സമയത്തിലെ അശ്രദ്ധ എന്നിവ ശ്രദ്ധിക്കുക. ഒരുപാട് സമയം തുടർച്ചയായി ഫോൺ ഉപയോഗിക്കുന്ന ശീലമുണ്ടെങ്കിൽ ഇടയ്ക്ക് വിശ്രമം നൽകുക. വെള്ളം കുടിക്കുന്നതിലും ഉറക്കത്തിലും ശ്രദ്ധ കൊടുക്കുക. തുടർച്ചയായി എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ആരോഗ്യ വിദഗ്ധൻ്റെ ഉപദേശം തേടുന്നത് ഉചിതമാണ്. ഇനി മിഥുനൻ രാശിക്കാർക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആഴ്ചയിലെ പ്രധാനപ്പെട്ട സമയത്തിലേക്ക് നമുക്ക് കടക്കാം. ആഴ്ചയുടെ ആ ദിവസങ്ങളിൽ കാര്യങ്ങൾ അല്പം പതുക്കെ പോകുന്നതായി നിങ്ങൾക്ക് തോന്നാം. നിങ്ങളുടെ പ്രതീക്ഷ ഒരു മറുപടി വൈകാം, ഒരു തീരുമാനം നീളാം, അല്ലെങ്കിൽ നിങ്ങൾ കരുതിയ സമയത്ത് ഒരു അവസരം ലഭിക്കാതെ പോകാം. അതുകൊണ്ട് നിരാശപ്പെടേണ്ടതില്ല. ആഴ്ചയുടെ മധ്യത്തോടെ ഒരു സംഭാഷണമോ പുതിയ വിവരമോ ലഭിക്കുകയും അതിലൂടെ അടുത്ത നീക്കം എന്താണെന്ന് മനസ്സിലാകുകയും ചെയ്യാം. പ്രത്യേകിച്ച് ജോലി, പണം, വ്യക്തിബന്ധം ഈ 3 മേഖലയിലും ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ കാത്തിരുന്ന വ്യക്തത വരാനുള്ള സാധ്യതയും കാണുന്നു. ഇതാണ് ഈ ആഴ്ച മിഥുന രാശിക്കാർ ഓർക്കേണ്ട പ്രധാന കാര്യം. ആദ്യ മറുപടി ലഭിച്ചില്ല എന്നതുകൊണ്ട് ഒരു വാതിൽ അടഞ്ഞെന്ന് നിങ്ങൾ കരുതരുത്. ചിലപ്പോൾ വൈകി എത്തുന്ന മറുപടിയാണ് കൂടുതൽ പ്രധാനപ്പെട്ടതായി മാറുന്നത്. അതുകൊണ്ട് ഈ ആഴ്ച നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി നിങ്ങളുടെ ബുദ്ധിയും ആശയവിനിമയ ശേഷിയുമാണ്. പക്ഷേ അതോടൊപ്പം ഒരു നിയന്ത്രണം കൂടി വേണം. എല്ലാ കാര്യത്തിലൂടെ പ്രതികരിക്കേണ്ടതില്ല. ചില വാക്കുകൾ പറയുന്നതിന് മുമ്പ് 2 തവണ ചിന്തിക്കുക. പ്രത്യേകിച്ച് ജോലി സ്ഥലത്തും കുടുംബത്തിലും പെട്ടെന്ന് പറയുന്ന ഒരു വാക്ക് പിന്നീട് തിരുത്തേണ്ട സാഹചര്യം വരാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഈ ആഴ്ച മിഥുന രാശിക്കാർ ചെയ്യേണ്ട ഒരു ചെറിയ കാര്യവും പറയാം. വീട്ടിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം കുറച്ച് സമയം ശാന്തമായിരുന്ന് നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ക്രമപ്പെടുത്തുക. ആവശ്യവും അനാവശ്യവുമായ കാര്യങ്ങൾ വേർതിരിക്കുക. ഒരേ കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുന്ന ഈ ആഴ്ച കൂടുതൽ ഫലപ്രദമായിരിക്കും. വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ ഒരു നല്ല വാർത്ത, പ്രതീക്ഷ നൽകുന്ന വിവരമോ ലഭിക്കുന്ന സാഹചര്യം ചിലർക്കുണ്ടാകാം. ഇതെല്ലാവർക്കും ഒരേ രീതിയിൽ സംഭവിക്കണമെന്നില്ല. പക്ഷേ നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു വിഷയത്തിൽ ചെറിയൊരു നീക്കം ഉണ്ടാകുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഈ ആഴ്ചയിൽ ഭാഗ്യസൂചനയിലേക്ക് നോക്കാം. മിഥുന രാശിക്കാർ അനുകൂലമായി കാണാവുന്നത് നിറം പച്ച, ഭാഗ്യസംഖ്യ 5. പ്രധാനമായി ഓർക്കേണ്ടത് ധൃതി വേണ്ട, വ്യക്തത വേണം.
ഈ ആഴ്ച നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ അവസരവും ഉടൻ പിടിച്ചെടുക്കണമെന്നില്ല. ആദ്യം മനസ്സിലാക്കുക, ശേഷം തീരുമാനമെടുക്കുക, അതിനുശേഷം ഉറച്ച മനസ്സോടെ മുന്നോട്ട് പോകുക. അതുകൊണ്ട് മിഥുനൻ രാശിക്കാരെ, ജോലിയിൽ കിട്ടുന്ന പുതിയ ഉത്തരവാദിത്തത്തെ ഭയപ്പെടേണ്ട. സാമ്പത്തിക കാര്യങ്ങൾ കണക്കില്ലാതെ മുന്നോട്ട് പോകരുത്. കുടുംബത്തിൽ സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുക. ബന്ധത്തിൽ പഴയ കാര്യങ്ങൾ വീണ്ടും വലുതാക്കാതിരിക്കുക. പിന്നെ ഏറ്റവും പ്രധാനമായി വൈകുന്ന ഒരു കാര്യത്തെ പരാജയമായി കാണരുത്. കാരണം ഓഗസ്റ്റ് 23 മുതൽ 29 വരെയുള്ള ഈ ആഴ്ചയിൽ വൈകിയെത്തുന്ന ഒരു വാർത്ത തന്നെ നിങ്ങൾക്ക് അടുത്ത തീരുമാനത്തിലേക്കുള്ള വഴികാട്ടിയായി മാറാം. മിഥുനൻ രാശിക്കാർക്ക് ഈ ആഴ്ച നല്ലതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഫലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ജ്യോതിർവാണി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ രാശിക്ക് ഈ ആഴ്ച എന്താണ് കാത്തിരിക്കുന്നതെന്ന് അറിയാൻ ജ്യോതിർവാണിയോടൊപ്പം തന്നെ തുടരൂ. അടുത്ത വീഡിയോയിൽ മറ്റൊരു രാശിയുടെ പ്രധാനപ്പെട്ട ഫലവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.